PSG ഇന്റർ മയാമി ക്ലബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുന്നോടിയായി നിരവധി വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് PSG സൂപ്പർ താരമായ ന്യൂനോ മെൻഡസിന് ലിയണൽ മെസ്സിയെ തടയാൻ സാധിക്കുമോ എന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ബുക്കായ സാക്കയെയും മുഹമ്മദ് സലയെയും തന്റെ പോക്കറ്റിനുള്ളിലാക്കാൻ ന്യൂനോ മെൻഡസിന് സാധിച്ചിരുന്നു. അതുപോലെ നാഷൻസ് ലീഗിൽ സ്പെയിനിന്റെ യങ് സൂപ്പർ സ്റ്റാറായ ലാമിൻ യമാലിനെയും വരച്ച വരയിൽ നിർത്താൻ ന്യൂനോ മെൻഡസിന് സാധിച്ചു. ബുക്കായ സാക്കയെയും മുഹമ്മദ് സലയെയും ലാമിൻ യമാലിനെയും എല്ലാം പ്രതിരോധത്തിൽ ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടിയ ന്യൂനോ മെൻഡസിനെ ഇനി നേരിടാനുള്ളത് ലിയണൽ മെസ്സിയെയാണ്. ലിയണൽ മെസ്സിയെ ന്യൂനോ മെൻഡസിന് തടയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ന്യൂനോ മെൻഡസിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിനുള്ള ന്യൂനോ മെൻഡസിന്റെ മറുപടി ഇങ്ങനെയാണ്: ലിയണൽ മെസ്സിയെ ഞാൻ എങ്ങനെ തടയാനാണ്? മെസ്സിയെ തടയാൻ ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ അത് വിറ്റിനാൽ കോടീശ്വരനാകുമായിരുന്നു. ന്യൂനോ മെൻഡസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ലിയണൽ മെസ്സിയെ തടയാൻ ന്യൂനോ മെൻഡസിന് സാധിക്കില്ല എന്നത്. PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെയും ഇതിന് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ലൂയിസ് എൻറിക്കെ മുൻപ് ലിയണൽ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും മെസ്സിയെ എങ്ങനെ തടയണമെന്ന് തനിക്കറിയില്ല എന്നാണ് ലൂയിസ് എൻറിക്കെ പറഞ്ഞത്. മെസ്സിയെ തടയാൻ തനിക്ക് മാത്രമല്ല ലോകത്തിലെ ഒരു പരിശീലകനും സാധിക്കില്ല എന്നും ലൂയിസ് എൻറിക്കെ കൂട്ടിച്ചേർത്തു. എന്തായാലും കണ്ടുതന്നെ അറിയണം PSG-ക്കെതിരെ ഇന്റർ മയാമിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നത്. മത്സരം 99% PSG വിജയിക്കാനാണ് സാധ്യതയുള്ളത്. 1% മാത്രമാണ് ഇന്റർ മയാമിക്കുള്ളത്.